ഒറ്റപ്പാലം വരിക്കാശ്ശേരി മനൻ്റെ വിശേഷങ്ങളായിട്ട് പറയുന്നത്. ഭയങ്കര ചൂടായതുകൊണ്ട് നജീബ് നസറും ഇവിടെ വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് വീഡിയോസ് ആദ്യത്തിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. അത് വിഷയമാക്കണ്ട, അല്ലാതെ അത് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. വരിക്കാശ്ശേരി മനൻ്റെ നടുമുറ്റാട്ടത് ഇത് നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചതാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അതിൻ്റെ വരാന്തയാണ് ഇത്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ നടുമുറ്റത്തേക്ക് ഇറങ്ങിയാൽ വേറെ ക്ലൈമറ്റ് ആട്ടോ, ഈ വരാന്തിയിൽ വേറെ, ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പും കാര്യങ്ങളും, വേറൊരു ക്ലൈമറ്റ്. ഭയങ്കര വെറൈറ്റി തന്നെയാണ് കേട്ടോ സംഭവം. ഇത് കണ്ടാലും മതിയാവില്ല. ഇത് മെയിൻ എൻട്രൻസ് ആട്ടോ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള. നമ്മളെ കാർ ഇവിടെയാണ് പാർക്ക് ചെയ്തിരിക്കണത്. അവിടെ ഷെഡുണ്ട്, അതിലാണ് പാർക്ക് ചെയ്തത്. അവിടെ വിശ്രമിച്ചപ്പോൾ ഓൻ്റെ അടുത്ത് ക്യാമറ കൊടുത്താണ് ഞങ്ങൾ പത്തായപുരം കാണാൻ വേണ്ടി പോയതായിരുന്നു. ഞാനും നജീബും ഞാനും. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കാനും ഇതിന് വീഡിയോ എടുക്കാനും. എന്താ അവിടെ ആൾക്കാരെ വൈബ് പറയുന്നത്, എല്ലാവരും ഇതിൻ്റെ വൈത്താലെ കൂടിക്കൊണ്ടിരിക്കുക. വരിക്കാശ്ശേരി മനൻ്റെ സിറ്റ് ഔട്ട് ഇട്ടത് ഇത് ഇതിലേറെ ഭംഗി ഉണ്ടാവും കാണാൻ. ഈ പന്തലുണ്ടായതുകൊണ്ടേ ഇവിടെ എന്തോ ഒരു പരിപാടി നടന്നപ്പോൾ പന്തലിട്ടണം, അതുകൊണ്ട് ഒരു വൃത്തിയില്ല കാണാൻ. ഇതൊക്കെ അതിൻ്റെ മുറ്റാട്ടോ, ഭയങ്കര സംഭവം തന്നെയാണ്. കുറേ ഫാമിലി ഇരുന്നാണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതൊക്കെ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചിക്കണം തോന്നുന്നുണ്ട്. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ, ഇതിങ്ങനെ അല്ലാതെ എഡിറ്റ് ചെയ്യാൻ കഴിയണില്ല. അതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ ഇരുന്നാണ്ടാണ് പിന്നെ ഫോട്ടോ എടുക്കണത്. ചുമരിലൊക്കെ കംപ്ലീറ്റ് മരം കൊണ്ട് ചിത്രപ്പണി എടുത്താണ്ട് പെയിൻറ്റിങ് ചെയ്താട്ട്. അതാണ് പത്തായപുര ആ നേരെ കാണുന്നത്. ഭയങ്കര സംഭവമാണ്. ഈ ജനാൻ്റെ ഒക്കെ ഓരോരോ ഈ ഭയങ്കര വണ്ണാട്ടോ. ഇങ്ങനത്തെ ഒരു നാലെണ്ണം കിട്ടിയ ഒരു കട്ടിലുണ്ടാക്കാം, അത്ര വണ്ണുണ്ട്. ഇതുപോലെ അന്നത്തെ അടുക്കളയാണ് തോന്നുന്നുണ്ട്. ഇതാണ് അടുക്കള. അതിൻ്റെ വിറകും കാര്യങ്ങളൊക്കെ ഇട്ടിക്കണത് മറ്റേ റൂമിലാണ്. അത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കണം തോന്നുന്നുണ്ട് എനിക്ക്. ഇവിടുന്ന് നേരെ ഇറങ്ങുന്നത് നടുമുറ്റത്തിട്ടാണ്. നടുമുറ്റം നമ്മൾ കാണിച്ചതാണ്, ആരൊന്നും വിചാരിക്കണ്ട കേട്ടോ, അങ്ങനെ അത് കഴിയുന്നുള്ളൂ. അതിൻ്റെ വരാന്തയാണ് കേട്ടോ. വരാന്തയിൽ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണില്ല, അവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാൽ കാണും ഈ മരത്തിൻ്റെ ഉള്ളിൽ കൂടെ. ഭയങ്കര സംഭവം തന്നെ, സെറ്റപ്പാണ് കേട്ടോ. അന്നത്തെ കാലത്ത് ഇതൊക്കെ ഒരു സംഭവം തന്നെയാണ്. ഇനിയുള്ള കാലത്തൊക്കെ ഇങ്ങനത്തെ ഒരു വീട് കയറ്റെന്ന് പറഞ്ഞാലേ വളരെ പ്രയാസം കേട്ടോ, കയറ്റാൻ കഴിയൂല. കാരണം അത്രയും എമൗണ്ട് വരും. ഇത് അടുക്കളയിലാണ്, അതിൻ്റെ ചേരിയും സാധനങ്ങളൊക്കെ ഇട്ടിട്ടാ ഈ വിറക് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതൊക്കെ ഇപ്പോഴും അതേമാതിരി തന്നെ ഉണ്ട് കേട്ടോ അവിടെ. കുട്ടികളൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ ചാടി കളിച്ച് ഉല്ലസിക്കണം കേട്ടോ. ആ നേരെ കാണുന്ന കവാടം കിണറാട്ടോ. അതേ മോഡൽ ആ മരത്തമ്മൽ അത് തിരിച്ച് കണ്ട് നജീബ് ഇവിടെ പിന്നെ ഒരലെന്തോ അരച്ചു കൊണ്ടിരിക്കുക. ഒത്തിര പെട്ടെന്ന് ഇവിടെ പണിക്ക് നിൽക്കുമെന്ന് എനിക്ക് തോന്നിയില്ല. ഏതായാലും സംഭവമാണ്. വന്നപ്പോൾ തന്നെ അത് ആട്ടൽ തുടങ്ങി. ഇതൊക്കെ കിണറിൻ്റെ ഭാഗമാണ് കേട്ടോ ഫോട്ടോ എടുക്കണേ ആ പെൺകുട്ടികൾ. അങ്ങനെ മറ്റേ റൂമൊക്കെ ഒന്ന് കയറി നോക്കല്ലേ, നമുക്ക് ചെയ്യാം, പോയി വെക്കാം. ഇത് ഇല്ലത്തിൻ്റെ ഉടമക്കാരനൊന്നല്ല കേട്ടോ, എൻ്റെ നാട്ടിലുള്ളതാണ് നസറുദ്ദീൻ. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. എന്താണ് ആ തട്ടുന്നില്ലാനൊക്കെ വേണം, ഒരു സംഭവം തന്നെയാണ്. അതാണ് പത്തായപുര. അങ്ങനെ ഈ പന്തലിട്ടുകൊണ്ടാണ് എത്ര ഒരു വൃത്തി കിട്ടാത്തത്. വീഡിയോ എടുത്തിട്ട് ഒരു സുഖം കിട്ടണില്ല. ആ മേൽഭാഗം ഒന്നും കിട്ടണില്ല. അവിടുന്ന് അപ്പുറത്തുനിന്ന് ഇട്ടാൽ സെറ്റാകണില്ല. എല്ലാവരും ഇവിടെ നിന്നുണ്ട് ഫോട്ടോ എടുക്കുന്നതാണ്. ഇവിടെ ഇരുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്തതാണ്. ഇതാണ് നിൻ്റെ എൻട്രൻസ് കേട്ടോ. ഇനി അടുത്തൊരു മന തരട്ടെ.
അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.